ഇന്നല്ലാഹ യുബ്ഗിദു, അല്ലാഹുവിന് ഇഷ്ടമല്ല, അല്ലാഹു ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി ശേഷം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ അള്ളാന്റെ കോപമിറങ്ങുന്നുണ്ട്. ആ കോപമിറങ്ങിയാൽ ചുറ്റുവട്ടങ്ങളിൽ നിന്നും അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോകുന്നത് കാണാം. ചുറ്റുവട്ടങ്ങളിൽ നിന്നും പുഞ്ചിരികൾ അസ്തമിക്കുന്നത് കാണാൻ കഴിയും. ചുറ്റുവട്ടങ്ങളിൽ നിന്നുമുള്ള വിളക്കുകൾ അണയുന്നത് കാണാൻ കഴിയും. എന്തേ? അല്ലാമുൽ ഗുയൂബായ അല്ലാഹുവിന്റെ ദേഷ്യം ഈ മനുഷ്യന്റെ തലയിൽ വന്ന് വീണിരിക്കുകയാണ്. ആരാണതെന്നറിയണ്ടേ? കുല്ല ജഅദരിൻ ജവാദ്. ജഅദരി എന്ന് പറയുന്നത് അൽ ഗലീദുൽ മുതകബ്ബിർ, പരുഷമായ പെരുമാറ്റമുള്ള, ഒരു നന്മയും അംഗീകരിക്കാൻ മനസ്സില്ലാത്ത ധിക്കാരികൾ. ആര് പറഞ്ഞു കൊടുത്താലും ആ പറഞ്ഞ ആൾക്കാരെ ട്രോളും, അവരെ കളിയാക്കും, അവരെ പരിഹസിക്കുക. നല്ലത് പറഞ്ഞു കൊടുത്താൽ അവരെ പരിഹസിക്കുക. അതൊരു കലയാണെന്ന് അപ്പത്തെ കാലത്ത് അതൊരു കലയാണ്. ആർക്കും ആരെയും ഉപദേശിക്കേണ്ട എന്ന് തോന്നുന്നൊരു കാലം. മുസ്ലിമീങ്ങളോടാണ് ഞാൻ പറയണത്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് മനസ്സിലാക്കിയ വേറെല്ലൊന്നും കത്തിമോലെടുത്ത് വരാൻ നിൽക്കേണ്ട. ഞാൻ എൻ്റെ സമൂഹത്തോടാണ് പറയണത്. നമുക്കൊരു ഡിസിപ്ലിൻ വേണം. മുസ്ലിമീങ്ങൾക്ക് ഡിസിപ്ലിൻ വേണം. മുസ്ലിം നാമം വെച്ചിട്ട് ID ഉണ്ടാക്കി ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ടിക്ടോക്കിലും എവിടൊക്കെയാണോ, യൂട്യൂബിലാണോ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളായി മനസ്സിലാക്കപ്പെടാൻ ഇടയുള്ളവർ, അവർ ഒരു ഡിസിപ്ലിൻ, ഒരു മാനർ, സം എറ്റിക്കറ്റ്സ് ഷുഡ് ബി ഫോളോഡ്. നിർബന്ധമാണ് ഈ ഉമ്മത്തിന് വിചാരിച്ച്. നമ്മളൊരു സംസ്കാരത്തിന്റെ ആളുകളാണ്. നമ്മൾ തോന്നിയത് പെൺകുട്ടികൾ നല്ല ഹിജാബ് കിട്ടുന്നുണ്ടാവും, തല മറച്ചിട്ടുണ്ട്, ഒരു യൂട്യൂബറാണ്, എന്നിട്ട് ബോഡി മൊത്തം എക്സ്പോസ്ഡ് ആണ്, വാക്കുകൾ അസഭ്യമായത് പറയാ, വ്യഭിചാരത്തെ സൂചിപ്പിക്കുന്ന ടാബൂസ്. എന്ത് സംസ്കാരമാണ് പടച്ചവനെ! എന്ത് ഹിജാബികളാണ് ഈ കുട്ടികൾ! അവർ കാണിച്ചു കൂട്ടുന്ന ചില ഡാൻസുകൾ, ചില പെർഫോമൻസ് ദീനിനോ അവർ കൊണ്ടു നടക്കുന്ന സംസ്കാരത്തിനോ വേഷവിധാനത്തിനോ പോലും യോജിക്കുന്നതാണോ എന്ന് പൊന്നുമക്കളെ ഒന്ന് ആലോചിച്ച് ചെയ്യണേ. ദയവ് ചെയ്ത് പുണ്യ നബിയുടെ ഉമ്മത്തികളായി നാളെ ഹബീബിനോട് ഷഫാഅത്ത് ഇരന്നു വാങ്ങേണ്ടവരാണ് നമ്മൾ. ഹബീബിന്റെ അരികത്ത് ചെന്ന് പുണ്യ നബിയെ ഇശ്ഫഇല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിനോട് മാപ്പിനെ ചോദിക്കണേ എന്ന് ഹബീബിനോട് ഷഫാഅത്ത് ചോദിക്കേണ്ട ആളുകളായിരിക്കും നമ്മൾ. നമ്മൾ ഇന്നഹു ലൻ യുദ്ഖില അഹദകുമുൽ ജന്നത അമലുഹു, നിങ്ങളിൽ ആരുടെയെങ്കിലും ചെയ്ത നിസ്കാരമോ നോമ്പോ ഹജ്ജോ ദാനമോ, നിങ്ങൾ കൊടുത്ത പാട്ടപ്പിരിവിന് വരുമ്പോൾ ബക്കറ്റിലിട്ട് കൊടുക്കുന്നത്, ദാനം ചെയ്തു കൊടുക്കുന്ന നിങ്ങളുടെ ഈ സംഭാവനകളെ കൊണ്ട് നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാം, സ്വർഗം കിട്ടും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. പിന്നെയോ? അപ്പൊ അവര് ചോദിച്ചു, നബിയെ വലാ അൻത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങയും അങ്ങനെ തന്നെയാണോ? പറഞ്ഞു, വലാ അന ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മതിഹി, അല്ലാഹുവിന്റെ കാരുണ്യം കൊണ്ട് എന്നെ അങ്ങ് പൊതിഞ്ഞാലല്ലാതെ എനിക്കും എൻ്റെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ല. പിന്നെയോ? അല്ലാഹുവിന്റെ ഔദാര്യം വേണം. ഔദാര്യം കിട്ടണമെങ്കിൽ അല്ലാഹ് പറഞ്ഞ പോലെ ദുനിയാവിൽ ജീവിക്കണം. അപ്പം അതിന് ദാനം ചെയ്യണം, സ്കരിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സമൂഹത്തെ സേവിക്കണം, ഇൽമിനും അമലിനും പ്രാധാന്യം കൊടുക്കണം. അത് ചെയ്യുന്നിടത്തെ അള്ളാഹുവിൻ്റെ ഔദാര്യം ലഭിക്കും. നമ്മുടെ കർമ്മങ്ങളെ കൊണ്ട് രക്ഷപ്പെടുക സാധ്യമല്ലെന്നാ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഹബീബിൻ്റെ ഷഫാഅത്ത് നമ്മൾ ചോദിച്ച് യാചിച്ചു വാങ്ങിക്കേണ്ടവരാണ്. ആ പേര് വെച്ച് നടക്കുമ്പോഴേ. അതുകൊണ്ട് എൻ്റെ പ്രിയങ്കരരായ സോഷ്യൽ മീഡിയയിൽ പെരുമാറുന്ന ആളുകൾ ദയവ് ചെയ്ത് അത്തരം ചില എറ്റിക്കറ്റുകൾ നമ്മൾ പാലിക്കുക. നമ്മൾ ഓരോരുത്തരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടുകൂടെ ദീനിന്, പുണ്യനിബിധങ്ങളുടെ നമുക്ക് പഠിപ്പിച്ചെന്ന സംസ്കാരത്തിന് വിരുദ്ധമായ രീതിയിൽ കല എന്ന ഒരു ലേബലിൻ്റെ അകത്ത് നിന്നുകൊണ്ട് മാത്രം നമ്മൾ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ സമ്പാദിക്കാനുള്ള ഈ ശ്രമം, അത് വളരെ ബലഹീനമാണ്. അത് ചെയ്യരുത്. പുണ്യനബി ഞങ്ങൾ പറയാണ്, അള്ളാഹുവിന് ദേഷ്യമാണ്. പടച്ചവൻ ദേഷ്യം പിടിച്ചാൽ പിന്നെ എന്ത് കിട്ടാനാണ്? മാദാ ഹസല മൻ ലം യഹ്സുലില്ലാഹ്, അള്ളാഹുവിനെ കിട്ടാത്തവന് എന്താ കിട്ടിയത്? മാദാ ഖസിറ മൻ ഹസലല്ലാഹ്,
അള്ളാഹുവിനെ കിട്ടിയവന് എന്ത് നഷ്ടം അവിടെ സംഭവിച്ചത്? അള്ളാഹുവിനെ കിട്ടുക തന്നെയല്ലേ വലുത്. അത് കിട്ടിയവന് എന്ത് നഷ്ടമായെങ്കിൽ എന്താ? അവൻ എന്ത് നഷ്ടം സംഭവിച്ചത്? ഒന്നും സംഭവിച്ചിട്ടില്ല. റബ്ബിനെ കിട്ടിയില്ല, വ്യൂവേഴ്സിന്റെ ഫോളോവേഴ്സിന്റെ എന്ത് കിട്ടി? മാദാ ഹസല മൻ ഖസിറല്ലാഹ്. What have you learned? What have you earned when you lost Allah? അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അള്ളാഹുവിന് ദേഷ്യമാണ്. കുല്ല ജഅദരീൻ ജവാദ്. നന്മ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ കൊഞ്ഞനം കാണിക്കുന്ന അഹങ്കാരിക്കാണ് ജഅദരി എന്ന് പറയുന്നത്. നല്ലത് പറഞ്ഞു കൊടുത്താൽ കേൾക്കും, അത് കളിയാക്കുക, അതിനെ ട്രോൾ ചെയ്യുക. ജവാദ്, ജവാദ് എന്ന് പറയുമ്പോൾ വാരിക്കോരി കൂട്ടണം എന്ന് ചിന്തിക്കുകയും തൻ്റെ കയ്യിൽ നിന്ന് ഒന്നും ദാനമായി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന അറുപിശുക്കന്മാർ, അവരാണ് ജവാദ്. അവരെല്ലാവരും അവനവൻ്റേത് എനിക്ക് 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 എന്ന് പറയും. അവരിൽ നിന്ന് ആർക്കും ഒന്നും കൊടുക്കില്ല. അങ്ങനത്തെവർ അല്ലാഹുവിൻ്റെ ദേഷ്യം വരും, അവരുടെ കച്ചവടം തകരും, അവരുടെ മനക്കോട്ടകൾ ഇടിഞ്ഞു പൊളിയും. എന്തേ? അള്ളാഹുവിൻ്റെ കോപം അവരിൽ സംഭവിച്ചിരിക്കുകയാണ്. പിന്നെ പറഞ്ഞു സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്ന ആളുകൾ. ഇത് പുരുഷന്മാരെ കുറിച്ചേ പറഞ്ഞത്, അത് പെണ്ണുങ്ങൾ കൂടെ ഏറ്റെടുത്ത എന്തായിരിക്കും അവസ്ഥ? ഒച്ച വെച്ച് ചിരിക്കുക, ഒച്ച വെച്ചിട്ട് ആർത്ത് തിമർത്ത് ഉല്ലസിക്കുക, അതും ക്യാമറ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തിട്ട് അത് ഡാൻസ് കളിച്ചിട്ടും അല്ലാതെയും. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോടെ പറയണം കേട്ടോ, അല്ല സ്വതന്ത്രവാദികളൊന്നും എണീറ്റ് വരണ്ട, നിങ്ങളവിടെ കിടന്നോളൂ, നിങ്ങളോടല്ല പറയുന്നത്. മുസ്ലിം ഉമ്മത്തിലെ പെൺകുട്ടികളോട് പറയാ. അവർ ഹിജാബ് ധരിച്ചിട്ടുണ്ട്, നല്ല അച്ചടക്കമുള്ള വേഷവിധാനമാണ്, പക്ഷെ ചെയ്യുന്ന പണി ഈ ദീനിന്റെ സംസ്കാരത്തിനോട്, പുണ്യനബി തങ്ങൾ പറഞ്ഞ അധ്യാപനത്തോട് യോജിക്കുന്നില്ല. തിരുത്തണ്ടേ? നമ്മൾ തിരുത്താൻ തയ്യാറല്ലാത്തവരെയാണ് ജഅദരി എന്ന് പറയുന്നത്. പുരുഷന്മാരോട് പറയാ അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കരുത്. സൂപ്പർ മാർക്കറ്റിലാണ്, ഒരു ഷോപ്പിൽ കയറാൻ, കച്ചവടം നടക്കുന്നിടത്താണ്, ബഹളം വെച്ച് സംസാരിക്കുക, അത് ചെയ്യരുത്. മനുഷ്യൻ എപ്പോഴും സോഫ്റ്റ് ടോക്ക്, സൗമ്യമായി സംസാരിക്കാൻ പഠിക്കണമെന്നാണ്. ബഹളം വെച്ച് നടക്കുന്ന ആൾക്കാരുണ്ടാവും. ഒരു രാവിലെ വൈകുന്നേരം വഴിക്ക് സൗണ്ടൊക്കെ പോയിട്ടുണ്ടാവും. എന്ത്? വെറുതെ ഒച്ചപ്പാടുണ്ടാക്കി നടക്കുക, ഒരു പണിയില്ല. സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ബഹളം വെച്ച് സംസാരിക്കരുത് എന്ന് പറയുമ്പോൾ അത് ഷോപ്പിംഗ് മാളുകളാണെങ്കിലും മാർക്കറ്റുകളാണെങ്കിലും മിഠായി തെരുവാണെങ്കിലും ഹലുവ തെരുവാണെങ്കിലും എവിടെയാണെങ്കിലും ആണും പെണ്ണും മിതമായ ശബ്ദത്തിലെ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം. ഇസ്ലാമിൽ എന്ത് നന്മ വഹിക്കുന്നവരെ ഇതൊക്കെ നന്മന്നല്ലേ ഈ പറയുന്നത്? സംസ്കാരം. നമ്മൾ പടിഞ്ഞാറൻ നാടുകൾ അവരുടേതായ സാംസ്കാരിക ച്യുതി, അതിൽ കൂപ്പുകുത്തി നിൽക്കുന്നവരാണ്. എന്നാലും ചില നന്മകൾ, ചില നല്ല സ്വഭാവങ്ങൾ അവരിൽ കാണപ്പെടുന്നു. നമ്മൾ സ്വീകരിക്കണം. ഒന്നും ഉറക്കെ സംസാരിക്കൂല. ഞാൻ എൻ്റെ കൂട്ടുകാരനും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴേ, നമ്മൾ മലയാളികൾ കണ്ടുമുട്ടുമ്പോൾ യൂറോപ്പിലോ, ഞങ്ങൾ ലണ്ടൻ ടു സ്കോട്ട്ലൻഡ് യാത്രയിലായിരുന്നു. അപ്പോൾ ട്രെയിനിൽ നമ്മൾ അധികം ആൾക്കാർ, ക്യാബിനിൽ ഞങ്ങൾ കുറച്ച് ആളുകളേ ഉള്ളൂ, അപ്പുറത്തേക്ക് ആളുകളുള്ളത്. അപ്പം ഞങ്ങളിത് നാട്ടിലത്തെ കഥയും പട്ടാമ്പിയിലെ കഥയും അങ്ങനെ നാട്ടിലെ പരിസരത്തുള്ള അവരുടെ നാട്ടിലെ കഥയും ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഞാനും എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ച് കത്തി കത്തി കത്തി. നമ്മളുടെ ഈ മലയാളികളുടെ ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷയാണ്. നമ്മുടെ അക്ഷരങ്ങൾ തന്നെ അങ്ങനെയാണ്. മലയാള ഭാഷ തന്നെ ഒരു ശബ്ദമുള്ള ഭാഷ. ഞങ്ങൾ അറബികളിൽ പോയി അവർ പെട്ടെന്ന് നോക്കും, ആരെയും മലബാരി. അപ്പം എന്തേ, നമ്മുടെ ആ ഒരു ശബ്ദവും നമ്മുടെ ഭാഷയും അതറിയാത്ത ആളുകൾക്ക് വലിയ അരോചകമായിരിക്കും. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. നമുക്കറിയാത്തൊരു ഭാഷ ഉറക്കം ഒരാൾ അടുത്തുനിന്ന് സംസാരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സായിപ്പ് എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, പിന്നെ ദിസ് ഇസ് എ ക്വയറ്റ് സോൺ, ക്യാൻ യു ബിലീവ് ക്വയറ്റ്? ഞാൻ ആകെ തലതാഴ്ത്തിപ്പോയി. അപ്പം എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ പരിസരം മറന്നുപോയി, നമ്മൾ അധികം കുറച്ച് ഒച്ചയിലാണ് സംസാരിച്ചെന്ന് ഇപ്പോഴാണ് തോന്നുന്നത്. ആ സായിപ്പ് അവിടെ കുറച്ച് ദൂരെ ഇരിക്കുകയാണ്. അയാൾ വന്നിട്ട് പറയാണ്, ഇത് മെല്ലെ സംസാരിക്കേണ്ട സ്ഥലമാണ്, ഇതൊന്ന് മെല്ലെ സംസാരിച്ചുകൂടെ എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോഴറിയണത് നമ്മൾ ഉറക്കെ പറയണത്, നമുക്ക് തോന്നിയിട്ടില്ല, ലോക്കൽ സൗണ്ടിലായി പറയണത്. ബഹളം വെക്കുന്നല്ല, ട്രെയിനിലല്ലേ, 4 മണിക്കൂർ ട്രെയിനിലാണ്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ
ഒരു പൊതുസ്ഥലത്ത് മെല്ലെ സംസാരിക്കാവൂ എന്ന് പഠിപ്പിച്ച ഒരു സംസ്കാരം നമുക്കുണ്ട്. സ്വഹാബിൻ ബിൽ അസ്വാഖ്. ഇത് എന്നാണെന്നറിയോ? റുക്കാദ് മേളയിലും മക്കയിലെ സൂഖ് ദീ മജാസിലുമൊക്കെ അന്നത്തെ അറബികൾ ബഹളം വെച്ച് കച്ചവടം ചെയ്യുന്ന കാലത്ത് നബി തങ്ങൾ പറഞ്ഞ വാക്ക, അങ്ങാടികളിൽ ബഹളം വെക്കരുത്. അന്ന് ബഹളം വെക്കലൊരു കൾച്ചറാണ്. റുക്കാദ് മേളകൾ എന്ന് പറയുന്നത് കവികൾ ഒത്തുകൂടുന്ന വലിയ മഹാസംഗമങ്ങളാണ്. അവിടെ വെച്ചാണ് വലിയ വലിയ കവിതകൾ അവതരിപ്പിക്കപ്പെടുന്നത്. അതിൽ സെലക്ട് ചെയ്യപ്പെടുന്ന കവിതകളാ കഅബാലയത്തിന്റെ ഉള്ളിൽ കൊണ്ടുപോയി അവർ തൂക്കി വെക്കുന്നത്. അതിനെയാണ് മുഅല്ലഖാത്തുകൾ എന്ന് വിളിക്കപ്പെട്ടത്. പുണ്യനബി നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പത്തെ കാലഘട്ടം. അന്ന് പറഞ്ഞു സ്വഹാബിൻ ബിൽ അസ്വാഖ്, അല്ലാഹുവിന് ഇഷ്ടമല്ല പൊതുസ്ഥലങ്ങളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നവർ. അത് ബസ്സിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും ഫ്ലൈറ്റിലാണെങ്കിലും പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നമ്മൾ ഒച്ച വെച്ച് സംസാരിക്കരുത്. ഇതൊരു കൾച്ചറാണ്. അത് മറ്റു സമുദായങ്ങളിൽ നിന്ന്, മറ്റു രാജ്യക്കാരിൽ നിന്ന് നമുക്ക് കണ്ടുപഠിക്കേണ്ട ഒരു നല്ല കാര്യം. നമുക്കൊരുപാട് നന്മകളുണ്ട്, എന്നാൽ നമുക്ക് ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ നല്ലത് സ്വീകരിക്കുക, അല്ലാത്ത ഒഴിവാക്കാം. സ്വഹാബിൻ ബിൽ അസ്വാഖ്. അത്തരം ആളുകളിൽ നിന്ന് അള്ളാഹു ബറക്കത്ത് എടുത്തു കളയുന്നത് കാണാൻ കഴിയും. എന്തേ? അള്ളാഹു അവരോട് ദേഷ്യപ്പെട്ടിരിക്കുകയാണെന്ന്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറഞ്ഞു ജീഫത്തിൻ ബിൽ ലൈൽ ഹിമാരിൻ ബിൻ നഹാർ. ജീഫത്തിൻ ബിൽ ലൈൽ, രാത്രി കിടന്നുറങ്ങാൻ ചെന്നാൽ ഒരു ശവമായി കിടക്കുന്നവർ. അതിനർത്ഥം എന്താണെന്നറിയോ? രാത്രി എഴുന്നേറ്റ് തഹജ്ജുദിനോ സുബൈക്കോ എഴുന്നേൽക്കാത്ത ആളുകൾ എന്നാണ് പറഞ്ഞതിനർത്ഥം. ശവം കിടക്കണ പോലെ ജീവനില്ലാട്ടൊരു കിടത്തുണ്ട്. ആളുകൾ പറയില്ലേ, ഉച്ചയ്ക്ക് 2 മണിക്ക് എണീക്കല്. അങ്ങനെ എണീറ്റില്ല എന്ന് കണ്ടപ്പോൾ തുറന്നു നോക്കുമ്പോഴാണ് ഞങ്ങളത് അറിഞ്ഞത്, സംഗതി ജീവൻ പോയിട്ടുണ്ട്. അങ്ങനെ പറയാറില്ലേ? എന്തേ? നോൺ സ്റ്റോപ്പ് ഉറക്ക്. രാത്രിയിലെ ടർഫും കളിയും മാച്ചും ഫുട്ബോളും കഴിഞ്ഞ് വരുന്ന കിടക്കുന്നത് 3 മണി. 4 മണി 4:30 സുബഹിൻ്റെ സമയമായി തുടങ്ങി. അപ്പോൾ പൊറാട്ടയും ബീഫും അടിച്ചിട്ടാണ് വന്ന് കിടക്കണത്. പിന്നെ എപ്പോഴും എഴുന്നേൽക്കുക? അസറിനും മഗ്‌രിബിനും അല്ലാണ്ട്. കളിക്കാൻ പോകും. നമ്മൾ കളിച്ച് കുറേ കാലറി ബേൺ ചെയ്യും. നല്ല കിതച്ച് ഓടി മണിക്കൂറുകളോളം ഒരുപാട് കാലറി ബേൺ ചെയ്ത്, ഫാറ്റൊക്കെ ബേൺ ചെയ്ത് നല്ല തടിയായി വെച്ച് വല്ല വെള്ളമോ ജ്യൂസോ കുടിച്ച് കിടന്നാൽ മതി. എന്നിട്ട് പോയിട്ട് നമ്മളെ തെരുവ് കച്ചവടങ്ങളിൽ പോയിട്ട് നല്ല പൊറാട്ടയും ബീഫും അടിച്ച് വരിക. എന്ത് കാര്യം ഉണ്ടായി? എന്തിനെ കളിക്കാൻ പോയത്? എന്നിട്ട് ശവമായിട്ട് കിടക്കുക. സംസ്കാരമുണ്ടോ? ഇല്ല. കളിയുണ്ട്. അതിന് പേയ്മെന്റ് കൊടുത്തതല്ലേ ടർഫിന്? അപ്പോൾ പോയി കളിക്കണം. ഇതിന് പിന്നെ പേയ്മെന്റ് ഇപ്പോൾ കിട്ടൂലല്ലോ, അവിടെ നിന്ന് കിട്ടുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ കിടക്കട്ടെ. ജീഫത്തിൻ ബിൽ ലൈൽ, രാത്രി ശവമായി കിടക്കുന്നവർ, ആ വീട്ടിൽ നിന്ന് ബറക്കത്ത് അല്ലാഹു എടുത്തു കളയും. അതവന്റെ ജോലിയിലും അവന്റെ കച്ചവടത്തിലും കണ്ടു തുടങ്ങും. അവന്റെ വീടിനും അവന്റെ മക്കളിലും അത് കണ്ടു തുടങ്ങും. ജീഫത്തിൻ ബിൽ ലൈൽ. പിന്നെ പറഞ്ഞു ഹിമാരിൻ ബിൻ നഹാർ. അള്ളാഹുവിന് വെറുപ്പുള്ള ആളുകളാണത്രേ, അള്ളാഹ്ക്ക് ദേഷ്യമാണ് എന്ന്. ഹിമാരിൻ ബിൻ നഹാർ, പകലിൽ കഴുതകളെ പോലെ നടക്കുക, ഒരു ലക്ഷ്യമില്ലാതെ അലസമായിട്ട് ഇങ്ങനെ നടക്കുക. അതന്നെ ഒരു ലക്ഷ്യം, ഒരു കാര്യമായിട്ട് എന്താ പണി? ഒരു പണിയില്ല. റോഡിൽ അവര് വണ്ടി, ബൈക്കോ കാറോ എടുത്തവര് വണ്ടി റോഡിൽ ഇറങ്ങിയോ ലോകത്തെ വലിയ തിരക്കുള്ള ആളുകൾ അവരാണ്. ആ വണ്ടി നിർത്തിയിട്ട് എന്തെങ്കിലും പണിയുണ്ടോ? ഒരു പണിയില്ല. റോഡിലൂടെ പറപ്പിച്ച് മനുഷ്യന്മാരൊക്കെ ഇടങ്ങേറാക്കി ഹോണടിച്ചും ഓവർടേക്ക് ചെയ്തും പോയിട്ട് വല്ല ജ്യൂസ് കടൻ്റെ മുമ്പിലും പോയിട്ട് ജ്യൂസ് കുടിച്ച് ഇങ്ങനെ ഇരിക്കുക. പടച്ചറ വല്ല പോലീസ് സ്റ്റേഷനിലോ വല്ല ആശുപത്രിക്കോ അല്ല എയർപോർട്ടിലേക്കോ ട്രെയിൻ പിടിക്കാനോ പോവുക. ഒന്നുമല്ല, വെറുതെ തിരക്ക് കാണിക്കുക. ഹിമാരിൻ ബിൻ നഹാർ, ലക്ഷ്യബോധമില്ലാതെ മൃഗങ്ങളെപ്പോലെയുള്ള ജീവിതം. അത്തരം ആളുകൾ അല്ലാഹുവിനെ വെറുപ്പാണ്. പുണ്യനബി ഞങ്ങൾ പറയാം, ഒരു ജോലി അവർക്ക് ചെയ്യാനില്ല, ഒരു ലക്ഷ്യബോധമില്ല, പഠനവും ഇല്ല, ഇങ്ങനെ നടക്കുന്ന ആളുകൾ. പിന്നെ പറഞ്ഞു ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽആഖിറഹ്. എന്തൊരു മനോഹരമായ വാക്ക്! ആലിമിൻ ബിദ്ദുനിയാ, ദുനിയാവിന്റെ ഭൗതികതയെക്കുറിച്ച് എല്ലാം അവർക്കറിയാം. ജാഹിലിൻ ബിൽആഖിറഹ്, പരലോകത്തിന്റെ ഒരു വിവരവും അവർക്കില്ല. മൊബൈൽ ഫോൺ കൊടുത്താൽ നന്നാക്കി തരും, അവര് ലോക്ക് ചെയ്ത് അൺലോക്ക് ആക്കി തരും, ജാമായാൽ അവര് റെഡിയാക്കി തരും. എന്ത് കൊടുത്താലും അവർക്കത് റെഡിയാക്കി തരാൻ പറ്റും. ഭയങ്കര ഇൽമ, നെറ്റ്വർക്കും സോഫ്റ്റ്വെയറും ഒക്കെ ഉണ്ട്. ജാഹിലിൻ ബിൽ ആഖിറ,
എങ്ങനെയാ വിത്രിസ്കരിക്കേണ്ടത് അറിയില്ല. ദുഹാ നിസ്കാരം എത്രയാ അറിയില്ല. അത്തഹിയാത്ത് എങ്ങനെ മുഴുവൻ ഓതാ പഠിച്ചിട്ടില്ല. കുനൂത്ത് അറിയോ അതും അറിയില്ല. നന്മകളൊന്നും ആഖിറവുമായി ബന്ധപ്പെട്ട ഒരു ഇൽമുമില്ല. പക്ഷെ ദുന്യാവുമായി ബന്ധപ്പെട്ട എല്ലാ ഇൽമും പെർഫെക്റ്റ് ആണ്. ലോകത്തെ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കാരാരാ? അവരുടെ പേരും അവരുടെ നാടും അവരുടെ ഗോളും അവരുടെ റെക്കോർഡുകളും എല്ലാം ഹിഫ്ളാ. ബദരീങ്ങളിൽ എത്ര ശുഹദാക്കളുണ്ട്? അംബിയാ മുർസലികളിൽ എത്ര മുർസലീങ്ങൾ ഉലുൽ അസ്മുകൾ ആരാ? അതൊന്നും പഠിച്ചിട്ടില്ല. ദുന്യാവിന്റെ എല്ലാ ഇൽമുണ്ട്, ആഖിറത്തിന്റെ ഇൽമില്ലാത്തവർ അള്ളാഹുവിനവരെ ദേഷ്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം കൊടുക്കാതെ ഭൗതിക വിദ്യാഭ്യാസം മാത്രം നൽകിയാൽ അള്ളാഹുവിൻ്റെ കോപം അവരിൽ വന്നു ഭവിക്കുന്ന, പിന്നെ അവരിൽ നിന്ന് എന്ത് ഖൈറാ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അള്ളാഹിൻ്റെ ദേഷ്യം സമ്പാദിച്ചു, ആഖിറത്തിന് ഉപകാരപ്പെടുന്ന ഒരു ഇൽമും അവർ പഠിപ്പിച്ചില്ല, നിങ്ങൾ അവർക്ക് പഠിക്കാൻ അവസരം കൊടുത്തില്ല. അള്ളാഹു ഇന്നല്ലാഹ യുബ്ഗിദു കുല്ല ജഅലരിൻ ജവാദ് സഖാബിൻ ബിൽ അസ്വാഖ് ജീഫത്തിൻ ബിൽ ലൈലി ഹിമാരിൻ ബിൻ നഹാർ ആലിമിൻ ബിദ്ദുനിയാ ജാഹിലിൻ ബിൽ ആഖിറഹ്. അള്ളാഹുവിന് ദേഷ്യമാണ് കുല്ല ജഅദരിൻ, അഹങ്കാരത്തോടുകൂടെ നന്മകളെ നിരസിച്ചു കളയുന്ന ആളുകൾ. അവർക്ക് മുത്തക്കബ്ബിർ എന്ന് പറയാം, പരുഷ സ്വഭാവമുള്ളവർ. ജവാലിൻ, വാരിക്കോരിക്കൂട്ടണം, പണമുണ്ടാക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന പിശുക്കന്മാർ, ഒരു നന്മക്കും കൊടുക്കാതെ വെക്കുന്ന ആളുകൾ. അത്തരക്കാർ അള്ളാഹുവിന് ദേഷ്യമാണ്. രാത്രിയിൽ ശവം കണക്കെ ഉറങ്ങുന്നവർ, പകലിൽ കഴുതയെപ്പോലെ ലക്ഷ്യബോധമില്ലാതെ നടക്കുന്നവർ. ഭൗതിക ജ്ഞാനം എമ്പാടുമുണ്ട്, ആഖിറത്തിന്റെ ജ്ഞാനം ഒന്നുമില്ലാത്തവർ. ഇവരെയെല്ലാം അള്ളാഹുവിന് വെറുപ്പാണ് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിൽ സ്വഹാബിൻ ബിൽ അസ്വാഖ്, അങ്ങാടികളിൽ ഒച്ച വെച്ച് സംസാരിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ ഹബീബിന് ഇഷ്ടമല്ല, അതുപോലും ഇഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ അതിപ്പോ നല്ല കാര്യം പറയാനോ അല്ലെങ്കിൽ ഹലാലായ വാക്കുകളോ ആയിരിക്കും ഉറക്കെ പറയുന്നത്. മോശപ്പെട്ട വാക്കിനെ കുറിച്ചല്ല പറഞ്ഞത്, അതോ എന്തായാലും പാടില്ലെന്നാണ്. ആക്ഷേപങ്ങള്, തോന്നിവാസം തോന്നിപ്പിക്കുന്ന അസഭ്യ വാക്കുകള് ഒരിക്കലും പാടില്ല.